എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നിട്ട്. വേറെ ഒന്നും കൊണ്ടല്ല. രാവിലെ മുതൽ ഭയങ്കര തുമ്മലും ജലദോഷം. അങ്ങനെ കണ്ണീന്ന് വെള്ളം വരുന്നതാണ് നിങ്ങളീ കണ്ടത്. കറികളെല്ലാം തൂത്തെടുത്തിട്ട് ഞാൻ എങ്ങാടാനും പോണേന്നോ അമ്മച്ചിയുടെ അടുത്തോട്ട്. അമ്മച്ചി ഇന്നലെ ഒരു ആഗ്രഹം പറഞ്ഞു. ഞാൻ കറികളെല്ലാം ഇന്ന ഇന്ന കറികളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ആ കറികളൊക്കെ കൂട്ടി ഒരു പിടി ചോറ് തിന്നണമെന്ന് എന്നോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. ഞാൻ ഇച്ചായനോട് ഇച്ചായി നമുക്ക് അമ്മച്ചിക്ക് കൊണ്ടുപോയി കറികളൊക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞു. ആ ചിരി കണ്ട ഞങ്ങൾ ചെന്നപ്പോഴുള്ള സന്തോഷമാണ് ആ കാണുന്നത്. അങ്ങനെ അമ്മച്ചിക്കുള്ള കറികൾ ഞാൻ കൊണ്ടുവച്ചത്. ബിഗ് ഷോപ്പറാണെങ്കിൽ വലുതും കറികളൊക്കെ അതിനകത്ത് ചെറുതും ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ ചിരി കാണുമായിരുന്നു. അമ്മച്ചിയാണെങ്കിലോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചക്ക എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചക്ക തിന്നു. അങ്ങനെ വീട്ടിലത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ. അത് കഴിച്ചു. പിന്നെ അമ്മച്ചി പറഞ്ഞ് വൈകുന്നേരം ബോൾ ഉണ്ടാക്കാം. അപ്പോൾ ബോളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ ഉച്ചക്കാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അമ്മച്ചി ഇന്നലെ ക്രിസ്മസിനും ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കഴിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു ഒരു പിടി നിങ്ങളുടെ കൂടി ഇരുന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മച്ചിയും കൂടി ഇരുന്ന് കഴിച്ചിട്ട് അപ്പോൾ അമ്മച്ചി ബോൾ ഉണ്ടാക്കണം എൻ്റെ വൈകുന്നേരത്തേക്ക്. ഇതാണ് ഞങ്ങളിവിടെ ബോൾ എന്ന് പറയുന്നത്. ഗോതമ്പ് പൊടിയും ചക്കയും കൂടി കുഴച്ച് എണ്ണയിലിട്ട് പരത്തി അങ്ങോട്ട് ചുട്ടെടുക്കണതാണ് അമ്മച്ചി ചെയ്യുന്നത്. ഇത് നമുക്കൊരു ദിവസം റെസിപ്പി അമ്മച്ചിനെ കൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ അമ്മച്ചി ഉണ്ടാക്കിയ ഒരു ടീ കേക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി ക്രിസ്മസിന് മുറിച്ച കേക്ക് ഉണ്ട്. അതും അമ്മച്ചി തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ കേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് വെച്ചു. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ്.